നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്താണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥ? കാരണം പല ഡാമുകളും ചെറുതായിട്ട് ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. സാധാരണ ഒരു മഴക്കാലം വരുമ്പോൾ, ഒരു പ്രളയം വരുമ്പോൾ, ഇത്തരത്തിലുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള മഴ വരുമ്പോൾ എല്ലാവർക്കുമുള്ളൊരു ആശങ്കയാണ് ഈ ഡാമുകളെ സംബന്ധിച്ചിട്ടുള്ളത്. ഏതായാലും മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് നിലവിലെ അവസ്ഥ ഒരു ആശ്വാസകരമാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. പലപ്പോഴും പലതരത്തിലുള്ള തിയറികളും പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും മുല്ലപ്പെരിയാർ ഡാമിനെ ചുറ്റിപ്പറ്റി ഉയർന്നു കേൾക്കാറുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും മുല്ലപ്പെരിയാർ പൊട്ടിയിട്ടില്ല. പൊട്ടുമെന്നോ പൊട്ടില്ലെന്നോ ഇപ്പോൾ പറയാനും ആകില്ല. ശാസ്ത്രത്തിന്റെ ഈ ഒരു അനിശ്ചിതത്തിന് കീഴിലാണ് പതിനായിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും അന്തിയുറങ്ങുന്നത്. ഏതൊരു പാരിസ്ഥിതിക ആഘാത പഠനത്തിന്റെയും ആത്യന്തികമായ റിസൾട്ട് ഇതൊക്കെ തന്നെയാണ്. ആഘാതം കുറവാണെന്നും കുഴപ്പമൊന്നുമില്ലെന്നും ശാസ്ത്രീയമായി പറഞ്ഞാലും അത് അംഗീകരിക്കാത്ത കുറെ പേരുണ്ടാകും. തിരിച്ചും ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും കസ്തൂരി രംഗൻ റിപ്പോർട്ടും ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ മാറിയും തിരിഞ്ഞും സംഭവിക്കുന്നതും അതുകൊണ്ടാണ്. ഏതായാലും നിലവിലെ ഇടുക്കിയിലെ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മഴയുണ്ട്. പക്ഷെ ഒരു അതിതീവ്ര മഴയല്ല ഇടുക്കിയിൽ നിലവിലുള്ളത്. പക്ഷെ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മഴ അതിതീവ്രമായി ഇടുക്കിയിൽ പെയ്യുകയാണെങ്കിൽ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിട്ടുള്ള ആശങ്ക വർദ്ധിക്കുമെന്നുള്ളൊരു ഭയം നമുക്ക് മുൻപിലെല്ലാം ഉണ്ട്. കനത്ത മഴയെ തുടർന്ന് നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. 121 അടിയാണ് നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത് എന്നാണ് ഇന്ന് രാവിലെ അടക്കം വന്നിട്ടുള്ള കണക്കുകൾ പ്രകാരം പറയുന്നത്. ഇതോടെ നിലവിൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 2349 അടിയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 28 അടി വെള്ളം ഇപ്പോൾ കുറവാണ്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ പെയ്ത മഴയിൽ 20 അടി വെള്ളമാണ് ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമിൽ ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. സമാധാനപരമായ മഴ അതാണിപ്പോൾ ഇടുക്കി നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിതീവ്ര മഴയൊന്നും ഇപ്പോൾ പെയ്യുന്നില്ല. പക്ഷെ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇടുക്കിയിൽ പല ഭാഗങ്ങളിലും മഴ നിൽക്കുന്നുണ്ട്. പലയിടത്തും നാശനഷ്ടങ്ങളും സംഭവിക്കുന്നുണ്ട്. നിലവിൽ റൂൾ കർവ് എന്ന് പറയുന്നത് 136 അടിയാണ്. 136 അടി ഉയർന്നാൽ മാത്രമേ വെള്ളം പെരിയാറിലേക്ക് തുറന്നു വിടുകയുള്ളൂ. നിലവിൽ 121 അടി മാത്രമേ ഉയർന്നിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു മഴ അതിശക്തമായിട്ട് വരും ദിവസങ്ങളിൽ പെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് 136 അടിയിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ 6 അടി വെള്ളം മാത്രമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഉയർന്നിട്ടുള്ളൂ. ഇനി ഇടുക്കി ഡാമിലേക്ക് ഒരു നിലവിലെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ 2350 അടിയിലേക്കാണ് ഇടുക്കി ഡാമിൽ വെള്ളം എത്തിയിരിക്കുന്നത്. 2350 അടി. 2383 അടിയാണ് ഇടുക്കി ഡാമിലെ റൂൾ കർവ് എന്ന് പറയുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടും ഇടുക്കി അണക്കെട്ടും നിലവിൽ ഒരു തരത്തിലും ആശങ്കയിലാഴ്ത്തുന്ന കണക്കുകളല്ല പുറത്തു വരുന്നത്. പക്ഷെ എന്നിരുന്നാലും പൂർണ്ണമായിട്ടും ആശ്വസിക്കാൻ സാധിക്കില്ല. കാരണം ഇനി തുടർച്ചയായിട്ട് അവിടെ മഴ പെയ്യുകയാണെങ്കിൽ ഈ റൂൾ കർവിലോട്ട് ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിലവിൽ ഒരു സമാധാനപരമായിട്ടുള്ള മഴയാണ് ഇടുക്കിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ മാത്രം അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ കൂടി നമുക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി മാത്രമായിരിക്കും മുല്ലപ്പെരിയാറിലെ ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമാവുകയുള്ളൂ. കാരണം ഇനിയും അതിശക്തമായിട്ടൊരു മഴ പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റൂൾ കർവിലേക്ക് വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഡാം തുറക്കുന്ന ഒരു സാഹചര്യം, ഒരു അത്തരത്തിലൊരു തീരുമാനമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. നിലവിൽ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ എല്ലാ സമയത്തും മഴക്കാലം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു അതിശക്തമായിട്ടുള്ള ഒരു മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് മുല്ലപ്പെരിയാറിനെ പറ്റിയുള്ള ആശങ്കകൾ ഉയരാറുണ്ട്. മുല്ലപ്പെരിയാർ പൊട്ടുമോ, അതിന് താഴെയുള്ള നിരവധി ആളുകളുടെ ജീവനെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകളെ കുറിച്ചും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കുറിപ്പുകളും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ സാധിക്കുന്ന പലതരത്തിലുള്ള പഠന റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരാറുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തവണയും അതിനെക്കുറിച്ചുള്ള പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം മുല്ലപ്പെരിയാർ അണക്കെട്ടും ഇടുക്കി ഡാമിലെ അണക്കെട്ടിലുമുള്ള ജലനിരപ്പിൽ നിന്ന് നമുക്ക് ഒരു ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതേസമയം KSEBയെ സംബന്ധിച്ചൊരു ആശ്വാസകരമാണ്. കാരണം ഈ ഒരു മഴ പെയ്യുന്നതിന് മുമ്പൊക്കെ നമുക്കറിയാം പവർ കട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിലുള്ള വെള്ളം ഡാമുകളിൽ ഇല്ലാത്തതിനാൽ തന്നെ വൈദ്യുതി ഉൽപാദനം കാര്യക്ഷമമായി നടക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നിലവിൽ ജലനിരപ്പ് ഉയർന്നത് ഇനിയിപ്പോൾ ഒരു മഴക്കാലം കഴിഞ്ഞാൽ കൂടി നമുക്ക് വൈദ്യുതി തടസ്സമുണ്ടാകാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അതുവഴി വൈദ്യുതി ഉൽപാദനം വീണ്ടും നല്ല രീതിയിൽ തന്നെ കാര്യക്ഷമമാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ മഴക്കാലത്തും മലയാളികൾക്കുള്ളൊരു വലിയൊരു ആശങ്കയാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. പല തിയറികളും പഠനങ്ങളും വരാറുണ്ട്. ഇടുക്കിയും വയനാടും ഉൾപ്പെടെയുള്ള മലയോര ജില്ലകളൊക്കെ തന്നെ ഗതാഗത രംഗത്ത് വലിയ പ്രതിസന്ധികളാണ്
നേരിടുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത്. അതുകൊണ്ടാണ് നമുക്ക് ഈ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് പലപ്പോഴും നമുക്ക് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. കാരണം അവിടെ ഈ ഒരു ഗതാഗത പ്രതിസന്ധി അത് അതിഭീകരം തന്നെയാണ്. റോഡുകൾ വികസിച്ചാലും വാഹനങ്ങളുടെ പെരുപ്പ് മൂലം ആ വികസനം ഒന്നും പോരാതെ വരുന്നൊരു സാഹചര്യമാണുള്ളത്. വർഷങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന കേരളത്തിന്റെ ഉറക്കം കെടുത്തുന്ന വലിയൊരു ചോദ്യമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ എന്താണ് എന്നുള്ളത്. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും സ്വത്തും ആശ്രയിച്ചിരിക്കുന്ന ഈ ഡാമിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പല ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള പല വിദഗ്ധരും ഈ ഒരു സമയങ്ങളിലൊക്കെ തന്നെ മുല്ലപ്പെരിയാറിനെ കുറിച്ചിട്ടുള്ള മുന്നറിയിപ്പുകൾ മാധ്യമങ്ങളോടെ നൽകാറുണ്ട്. നിയമ പോരാട്ടങ്ങളിൽ തമിഴ്നാട് കാണിക്കുന്ന ആസൂത്രണവും മികവും കേരളത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാന തിരിച്ചടി. സുപ്രീം കോടതി മുല്ലപ്പെരിയാർ കേസ് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സാങ്കേതിക വിദഗ്ധരായി 20ഓളം റിട്ടയർ ചെയ്ത എഞ്ചിനീയർമാരുടെ ഒരു പ്രത്യേക ടീമിനെയാണ് തമിഴ്നാട് സജ്ജമാക്കുന്നത്. എന്നാൽ സാങ്കേതിക ഡാറ്റയും കൃത്യമായ എഞ്ചിനീയറിംഗ് തെളിവുകളും സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നതിൽ കേരളത്തിന് പലപ്പോഴും വലിയ വീഴ്ച സംഭവിക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അവിടെ നിന്നൊരു തിരിച്ചടി ഉണ്ടാകുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഇടുക്കിയിൽ മഴ ഒരു സമാധാനപരമായിട്ടുള്ള മഴയാണ്. ഇന്നലത്തെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 38.60 മില്ലിമീറ്റർ മഴയാണ് ഇടുക്കിയിൽ പെയ്തിരിക്കുന്നത്. ശക്തമായ നീരൊഴുക്കിൽ കുറവ് വന്നിട്ടുണ്ട്. വെള്ളം സംഭരണ ശേഷിയുടെ 43.20% മൂലമറ്റത്ത് വൈദ്യുതി ഉൽപാദനം ഉയർത്തിയിട്ടുണ്ട്. ഇന്നലെ വൈദ്യുതി ഉൽപാദനം 3.109 മില്യൺ യൂണിറ്റ് ആണ്. ഇടുക്കി ജില്ലയിൽ മഴ കുറഞ്ഞെങ്കിലും ആശങ്കയ്ക്ക് അയവില്ല. മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം ഇടവിട്ടുള്ള മഴയും പ്രദേശത്ത് കനത്ത ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. മഴ കുറഞ്ഞെങ്കിലും ജില്ലയിൽ പ്രഖ്യാപിച്ച യാത്രാ നിയന്ത്രണവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന വിലക്കും തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കിയിൽ പെയ്ത കനത്ത മഴ വ്യാപക നാശമാണ് വിതച്ചിരിക്കുന്നത്. ജില്ലയുടെ ഉൾഗ്രാമങ്ങളിൽ പലയിടത്തും മണ്ണും കല്ലും വീണ് റോഡുകൾ തകരുകയും വൈദ്യുതി ബന്ധം തകരാറിലാവുകയും ചെയ്തിട്ടുണ്ട്. മഴക്കെടുതികളിൽ ജില്ലയിൽ ഇതുവരെ 14 വീടുകൾ പൂർണ്ണമായും 86 വീടുകൾ ഭാഗികമായി തകർന്നതായാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജില്ലയിൽ 13 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 200 പേരാണ് ക്യാമ്പിലുള്ളത്. ബന്ധുവീടുകളിലേക്ക് മറ്റും മാറിയവർ മഴയുടെ ശക്തി കുറഞ്ഞതോടെ വീടുകളിലേക്ക് തിരികെ മടങ്ങി തുടങ്ങി. ശക്തമായി മഴ പെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ 4 ദിവസങ്ങളായി ജില്ലയിൽ 2.95 കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് കണക്ക്. 128.94 ഹെക്ടർ സ്ഥലത്തെ കൃഷിയും നശിച്ചിട്ടുണ്ട്. വൈദ്യുതി വകുപ്പിനുണ്ടായ നഷ്ടവും ചെറുതല്ല. 17.62 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. പ്രതികൂല കാലാവസ്ഥയും പല പ്രദേശങ്ങളിലും എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടും KSEBയുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നുണ്ട്. മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിട്ടതോടെ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിലെ ജലനിരപ്പും ഉയർന്നു. ഇതോടെ താഴ്ന്ന പ്രദേശങ്ങളിലും പുഴയോരങ്ങളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ താലൂക്ക് കൺട്രോൾ റൂമുകൾ സജ്ജമാണെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്കൂളുകൾ, മദ്രസകൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ എന്നിവയ്ക്കും അവധി ബാധകമായിരിക്കും. മുഴുവൻ വിദ്യാർത്ഥികളും താമസിച്ച് പഠിക്കുന്ന റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോഴ്സുകൾക്കും അവധി ബാധകമല്ല. കേരളത്തിന്റെ ഈ ഒരു പ്രതിസന്ധി പ്രത്യേകിച്ച് ഇടുക്കിയിൽ മഴ കൂടുമ്പോൾ ഉള്ള ഒരു പ്രതിസന്ധി മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ഏതായാലും നിലവിൽ വരുന്നൊരു വാർത്തകൾ ആശ്വാസകരമാണ്. എന്നിരുന്നാലും ഇതൊക്കെ ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. നമുക്ക് വരും വർഷങ്ങളിലേക്കുള്ള ഒരു മുൻകരുതലുകൾ എടുക്കേണ്ടത് അനിവാര്യമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വവും ഭരണാധികാരികളും ഉടൻ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ മുൻകരുതലുകളും ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികളും സ്വീകരിച്ചില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും. ഭക്ഷ്യസാധനങ്ങൾക്കായി അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് പോലെ ഭാവിയിൽ കുടിവെള്ളത്തിനും വൈദ്യുതിക്കുമായി കേരളത്തിനെ തമിഴ്നാടിനെ മുന്നിൽ യാചിക്കേണ്ടി വരുമെന്ന ഗൗരവമേറിയ മുന്നറിയിപ്പോടെയാണ് ഈ ഒരു നിരീക്ഷണം നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.